ആദ്യം ഓർത്തു അനുമോൾ അനീഷ് ആ പെങ്കൽക്കുട്ടിയാണ്, പക്ഷെ അല്ലായിരുന്നു. അവസാനം എന്തായിരുന്നു അനുമോൾ അനീഷ്? അവസാനം നമ്മൾ കണ്ടില്ലേ, അത് എന്ത് തോന്നുന്നു, റിയലാണോ? അനീഷ്ക്ക് പ്രണയമായി. ഞങ്ങൾ ചോദിച്ചു അനീഷ് പറഞ്ഞ പ്രണയമായി അങ്ങനെയാണ് പറഞ്ഞു, തമാശക്കാണ് ഇതൊക്കെ. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല അനീഷ് പറഞ്ഞല്ല, അല്ല. പക്ഷെ അനു പറഞ്ഞത് ആവാം. ഉണ്ട് പുറമെ നിന്ന് കണ്ടിട്ട് ഇപ്പൊ പ്രേക്ഷകനായിട്ടും വ്യൂവറായിട്ടും അതിന്റെ അകത്തുള്ള ഒരു സഹമത്സരാർത്ഥിയായിട്ട് കണ്ടസ്റ്റന്റ് എന്താ ഫീൽ ചെയ്ത് ശരിക്കും? ആ പറഞ്ഞതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണോ ഉണ്ടായത്? അല്ല, ഞാൻ തോന്നി അനീഷ് അനുമോൾ കല്യാണം കഴിച്ചാൽ നല്ലതാണ്, പക്ഷെ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ അങ്ങനെ ആയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അനീഷിനോട് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ ഒരു ലവ് കിട്ടിയെങ്കിൽ എനിക്ക് ഹാപ്പിയേ ഉള്ളു. അതെ, പാവമാണ് അവൻ ആക്ച്വലി. അവനെല്ലാം ഭയങ്കര ജെന്യൂനായിട്ട് കണ്ടിരിക്കുന്നത് ആൾക്കാരെ, ലൈക്ക് സ്നേഹം ഇല്ല ഗെയിമിന്റെ ഭാഗമല്ല. സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഫുൾ സീസൺ, പക്ഷെ അത് ഇതിന്റെ ഭാഗമായിരുന്നില്ല. ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ അനീഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അതിലോട്ട് പോകാം. ഇപ്പൊ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ വരുന്നത് ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീ വിരുദ്ധ അഗേൻസ്റ്റ് ആയി നിൽക്കുന്ന കാലഘട്ടം വരെ ഇൻട്രോ ലൈൻ കൊടുത്തിട്ടുണ്ട്. തുടക്കകാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സീസൺ തീരുന്നതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലൊരു മൂവ് നടത്തിയപ്പോൾ അത് റിയൽ ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്തത്? അത് ശരിക്കും മാറിയോ? റിയൽ ഡെഫിനറ്റ്ലി മാറി. ഈ വീട്ടിലെല്ലാവരും മാറിയിട്ടുണ്ട് ലാസ്റ്റ് 80-90 ദിവസമൊക്കെ ആയപ്പോൾ. പക്ഷെ ഈ അനീഷേട്ടൻ സ്ട്രാറ്റജി കളിച്ചാലും കുഴപ്പമില്ല, ഒരു മനുഷ്യൻ പുള്ളി അടിപൊളിയാണ്. അതെ അതെ, സ്ട്രാറ്റജി കളിച്ചിട്ടുണ്ട്, എല്ലാവരും കളിച്ചിട്ടുണ്ട്, അവരുടെ രീതിക്ക് എല്ലാവരും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് സ്ട്രാറ്റജി. പക്ഷെ അനീഷേട്ടൻ കളിച്ചാലും പുള്ളി മനുഷ്യൻ ഒരു അടിപൊളി മനുഷ്യനാണ്. ജിസേൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അനീഷേട്ടനെ കല്യാണം കിട്ടിയെടുത്തത്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് അങ്ങനെ തോന്നി, അയാൾ അങ്ങനത്തെ ഒരാൾ വീട്ടിൽ വേണം. രാവിലെ എഴുന്നേക്കും, പിന്നെ ഇങ്ങനെ എല്ലാവരും വേണ്ടി കെയർ ചെയ്യും, എല്ലാവരും എണ്ണയിപ്പിക്കും, പിന്നെ ഒരു നല്ല മനുഷ്യനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അമ്മാവനോ ചേട്ടനോ വീട്ടിൽ വേണം. അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തോന്നിയുള്ളൂ. ജിസൈലിന് തോന്നിയില്ല അങ്ങനത്തെ ഒരാള് കൊള്ളാൻ പ്രേമിക്കാന്ന്? ജിസൈലിന് തോന്നിയില്ല? അപ്പൊ എന്റെ പോലത്തെ പ്രേമിക്കാൻ പറ്റത്തില്ല. അതെന്താ അങ്ങനെ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഫീലിംഗ് വന്നില്ല. ഇല്ല, അതൊരു വേറെ ഒരു ഫീലിംഗ് വന്നതാ. ഓക്കെ, ഞാൻ എന്നാ ചെയ്യാം. അതെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ എല്ലാ പ്രാവശ്യം ഒരു കോംബോ പ്രതീക്ഷിക്കും. ചിലപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരിക്കാം, അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളായിരിക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനീഷ് അനുമോൾ രീതിയിലേക്ക് സംസാരിച്ചു. ആക്ച്വലി ആ ചോദ്യം നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ഉത്തരം കൊടുക്കാൻ ആഗ്രഹം? എന്താ മനസ്സിലായില്ല? ഐ മീൻ ലവ് ട്രാക്ക് ആയിരുന്നു. ലവ് ട്രാക്ക് ഞാൻ ആക്ച്വലി ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ തിങ്ക് ഒരു 30-40 ഡേയ്സ് ആയപ്പോൾ ഈ ഒരു വിഷയം വന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ആര്യൻ എങ്ങനെയാണ് ലവ് ട്രാക്ക്? അപ്പോൾ ഞാൻ ചോദിച്ചു, ലാലേട്ടൻ എനിക്ക് ഈ ലവ് ട്രാക്ക് എന്ന് പറഞ്ഞ അർത്ഥം ഒന്നും അറിയില്ല, ഞാൻ ഇതിന് മുമ്പുള്ള സീസൺസ് കണ്ടിട്ടുമില്ല. ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഹിന്ദി ബിഗ് ബോസിന്റെയും കഴിഞ്ഞ വർഷം ഗബ്രി ജാസ്മിൻ ലവ് ട്രാക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ ലവ് ട്രാക്ക് എന്താണോ, ഇല്ലെങ്കിൽ ഈ ലവ് ട്രാക്കാരന് എന്ത് സംഭവിക്കൂ, ഇല്ലെങ്കിൽ അത് ആർക്ക് ഗുണം ചെയ്യൂ, ഇല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജി ആണോ, അതൊന്നും എനിക്കൊന്നും അറിയില്ല. ഐ വെന്റ് ഇൻ ദാറ്റ് ഷോ ആസ് എ റോ പേഴ്സൺ. എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞ ആൾക്കാർ പി ആർ കൊടുത്തിട്ടാണ് പോയത്. ഞാൻ എങ്ങനെയെങ്കിലും അത് എനിക്ക് വേണ്ടി പി ആർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ പോയത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും ചെന്നൈയാലും പൂജിത്തായാലും ഇവരും പറഞ്ഞ സെയിം കാര്യമാണ്. അധികം പൈസ ചെയ്തിട്ടൊന്നും പോകുന്നു വേണ്ട, അവിടെ പോവാ, മാക്സിമം ആ ഷോയിൽ നിന്ന് കിട്ടാൻ പോകുന്നൊരു പി ആർ യൂസ് ചെയ്യാം, അതാണ് നിന്റെ ഒരു ജയം. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ പോയാൽ ഞാൻ അങ്ങനെ സ്ട്രാറ്റജിയോ ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യണോ, ഇല്ലെങ്കിൽ ആരെ അറ്റാക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ കളിക്കണോ, അങ്ങനെ ഒന്നും ഇല്ല മൈൻഡിൽ. ജസ്റ്റ് റോ ആര്യൻ ഇൻ ദ ഷോ ഡൂയിങ് റോ തിങ്സ്. എന്റെ വായിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഷോയിൽ, അതൊക്കെ വേണമെങ്കിൽ ഞാൻ സ്ട്രാറ്റജിക്കലി കുറച്ചും കൂടി ഒന്ന് ക്ലാസ് പിടിച്ചോ അതൊക്കെ ആവാൻ പറ്റായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കണ്ടസ്റ്റൻസിനെ അനലൈസ് ചെയ്യുമല്ലോ പൊതുവെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഗെയിമേഴ്സ് ആണ് അവർ, അതിനെപ്പറ്റി പക്ക BB മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ 2 പേരുകളാണ് ആര്യൻ ജിസൈൽ. പക്ഷേ ഷോ തീരുന്ന സമയത്ത് ഫിനാലിൽ ടോപ്പ് 5 ഈ 2 പേരുകളില്ല. എന്തുകൊണ്ടായിരിക്കും? എന്നോട് പറഞ്ഞത് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായില്ല. പക്ഷേ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ മാത്രമേ ഉള്ളൂ കാണുന്നത്, ആര്യൻ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോ കിട്ടുമോ ചോദിക്കുമ്പോൾ അങ്ങനെ പ്ലീസ് വരൂ, എനിക്ക് വേണ്ടി ഒന്ന് വോട്ട് ചെയ്യായിരുന്നു കേട്ടാ, ഇല്ല ചേട്ടന് വേണ്ടിയാ വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു 100 പേര് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും, ആ 100 പേര് പറഞ്ഞ ഈ കാര്യമാണ്, ആര്യൻ ചേട്ടന് വേണ്ടിയാ വോട്ട് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ സൈക്കോളജി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏത് ജനങ്ങളാണ് വോട്ട് ചെയ്യണത്, എങ്ങനെ പോലത്തെ ആൾക്കാരാണ് വോട്ട് ചെയ്യണത്, എന്ത് ചെയ്തിട്ടാണ് വോട്ട് കൂടുന്നത്, അതിന്റെ ഒരു ക്ലൂ ഇല്ല എനിക്ക്. പക്ഷെ PR വേണമായിരുന്നു, സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പം എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ ഓർത്ത് നമ്മള് മലയാളം ബിഗ് ബോസ് അല്ല, ഇന്നോസെന്റ് ആയിരിക്കും അങ്ങനെ, ബിക്കോസ് ഹിന്ദി ബിഗ് ബോസിൽ ഇതൊക്കെ ഇപ്പമാണ് വന്നത്. ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, ഇച്ചിരി ഉണ്ടായിരിക്കും, ബട്ട് നോട്ട് ദിസ് അഗ്രസീവ്.
ഇവിടെ വന്ന് ഞാൻ കണ്ട് പാവം നമ്മള് ലൈക്ക് ഇന്നോസെന്റ് ആയിരിക്കും. ഇന്നോസെന്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് ഏറ്റവും അഗ്രസീവ് PR. This is more than Hollywood PR. So ഞാനൊരു കാര്യം ചോദിക്കാം റോഹനോട്. ഇമാജിൻ നെക്സ്റ്റ് ഇയർ റോഹൻ യുവർ പ്ലാൻ ടു ഗോ ടു ബിഗ് ബോസ്. നിങ്ങളോട് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി. എക്സാമ്പിൾ, നിങ്ങളോട് പുറത്തുള്ള ഒരാൾ പറയുന്നു ഈ വർഷം വിന്നർ ഇയാളാവും. അപ്പോൾ നിങ്ങളുടെ മാനസിക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും മൈൻഡിൽ? ഇല്ല, കൃത്യമായിട്ട് ആദ്യമേ തന്നെ ഇത് മുൻവിധിയോട് കൂടിയിട്ട് കാണാൻ പറ്റില്ല. അല്ല, ഒരാൾ പറഞ്ഞു നിങ്ങളോട് റോഹൻ ഈ ഷോയിൽ പോവാണ്, പക്ഷെ വിന്നർ ഇയാളായിരിക്കും. അതായത് നമ്മളോട് തന്നെ ഞാൻ തന്നെയായിരിക്കും എന്ന് പറയുന്നു, അത് മറ്റൊരാളായിരിക്കും. മറ്റൊരാളെ ഒരു റാൻഡം ആളോ എന്ന് പറയുന്നു. തീർന്നതിന് മുമ്പേ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, ആളെന്ന് പറയണില്ല, അടിപൊളി മനുഷ്യനാണ്. പക്ഷെ അയാളെ പറയുന്നു ഈ വർഷം വിന്നർ റോഹൻ ആയിരിക്കില്ല, ഇയാളായിരിക്കും ഷോയുടെ മുമ്പ്. അപ്പൊ എന്റെ മൈൻഡിൽ എന്തായിരുന്നു, ഈ മണ്ടനായ കറക്റ്റ് ആണല്ലോ, അയാള് കറക്റ്റ് ചെയ്തു, ആ വിന്നറുമായി സെറ്റുമായി. ഈ പറഞ്ഞ ആള് ആരെ പേര് പറഞ്ഞു? ആൾ തന്നെയാണ് വിന്നറായി. ആൾ വിന്നറായി കറക്റ്റ് കൃത്യമായി എങ്ങനെ വിന്നർ ആവുന്ന പോലെ പറഞ്ഞു. ഈ പറഞ്ഞ ആളാണോ PR? അത് ഞാൻ പറയില്ല, ആണോ ഇല്ല ഞാൻ പറയില്ല. അല്ല, ആൾ എന്തുകൊണ്ട് ആര്യന്റെ അടുത്ത് പറഞ്ഞു അത് എനിക്കറിയില്ല. പക്ഷെ എന്നോട് കറക്റ്റ് ആയിട്ട് ഒരു എന്റെ മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞത്. ആവാം, പേര് ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചൊരു കാര്യം ഞാൻ നോക്കിയപ്പോ അയ്യോ. പക്ഷെ ഈ ആര്യന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, PR ചെയ്യുന്നുണ്ട്, അപ്പൊ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നത് വേണമെങ്കിൽ ആര്യനും വേണമെങ്കിൽ ചെയ്യാമെന്ന് ആവശ്യപ്പെടാം. ഇതൊന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി അത്ര ഡൗൺ ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഏത് ശരി കുറെ കൂടെ രണ്ടും ആവാം. പക്ഷെ ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഷോയിൽ ഞാൻ പോയതേ PR-ന് വേണ്ടിയാ. Public relation is something I wanted from the show. I don't want people to give me public relations so I can go to the show. For me it doesn't make sense. I'm no one. എനിക്ക് എന്നെ ആർക്കും അറിയില്ല before the show. മീൻസ് എവിടെയോ 2-3 നല്ല ഒരു ഫേമസ് ആഡ്സും വീഡിയോസ് അല്ലാതെ എനിക്ക് ഐ എം നോട്ട് ഫേമസ്. ആള് സംസാരിച്ചു, ആളുടെ അടുത്ത് ഡീൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആരും PR കൊടുത്തിരുന്നേ ഇല്ലേ? ഞാൻ PR എന്ന് പറഞ്ഞ സാധനം കൊടുത്തില്ല. ഞാൻ എൻ്റെ ഒരു ടീം ഹയർ ചെയ്തു. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു 1-2 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ പൂജിത, അരുൺ, സണ്ണി, സുജിതേട്ടനൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്ച്വലി. അപ്പോൾ ഈ 3 ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തൊക്കെയോ നടക്കുന്നു, ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എന്താണോ കുറച്ച് പൈസയുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറയണം, എങ്ങനെ ഞാൻ ഒപ്പിക്കാം. പക്ഷെ എൻ്റെ സോഷ്യൽ മീഡിയ എനിക്ക് നല്ല റീച്ച് ആക്കി തരണം. ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആരാന്ന് അറിയണം, അത്രേ ഉള്ളൂ. ഈ ആര്യനെ സമീപിച്ച് PR-ന്റെ അടുത്ത് ആര്യം കൊടുത്ത മറുപടി എന്തായിരുന്നു? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ച് ആളുടെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നൊരാൾ വിന്നർ ആവും എന്ന് പറഞ്ഞു, ആൾ തന്നെ വിന്നർ ആവും ചെയ്തു ഇതായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ മൈൻഡ്. പിന്നെ എന്നിട്ട് അതിന്റെ അകത്ത് പോയിട്ട് എത്രാം ദിവസമാണ് തിരിച്ചറിഞ്ഞ് ഞാൻ PR കൊടുക്കണമായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? അറിഞ്ഞിട്ടില്ല. ഞാൻ എവിക്റ്റ് ആയി തിരിച്ച് വന്ന് ഫ്ലൈറ്റിൽ ഞാൻ ലാൻഡ് ചെയ്ത് കൊച്ചിയിൽ ഞാൻ ഫസ്റ്റ് വേർഡ് കാണുന്നത് നീ ഏതാ എന്നോട് ചാറ്റ്സിൽ വെറുതെ. ഞാൻ അങ്ങനെ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. ഞാൻ ആരുടെയോ വ്യക്തി ഹത്യയോ ഇല്ലെങ്കിൽ ഞാൻ ആരുടെ വീട്ടിൽ കയറി വിളിച്ചതോ അങ്ങനെ ഞാൻ തെറ്റായിട്ട് അത്ര ലെവലിലൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് ജോലിയായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. എൻ്റെ പോലത്തെ ഒരാൾക്ക് ഇത്ര നെഗറ്റീവ് വരാൻ പറ്റുവാണെങ്കിൽ അത് PR കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എൻ്റെ. പക്ഷേ എവിക്ഷന്റെ സമയത്ത് ശരിക്കും ആര്യന്റെ കാര്യത്തിൽ അൺഫെയർ എവിക്ഷൻ കറക്റ്റ് 80% ആൾക്കാർ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു വിച്ച് വാസ് ജസ്റ്റ് അബ്യൂസിങ്. ആൻഡ് ഇപ്പോഴും റോണൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും അനുമോളുടെ ഒരു കാര്യം, അനുമോളുടെ ഒരു പോസ്റ്റ് പോയി താഴെ എഴുത്, വേസ്റ്റിന് എഴുത്, നിങ്ങൾ 3 days you will be on social media bullying. നോക്കിക്കോ, I can bet you right now. ഇത് ശരിക്കും ആര്യനോടുള്ള ഹേറ്റ് കൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടം കൊണ്ടാണോ ചെയ്യുന്നത്? മറ്റേ ഒരു സപ്പോർട്ട് that might be PR or might be same genuine, നമുക്കറിയില്ല. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഐ മസ്റ്റ് സേ ഇറ്റ്സ് എ ബാഡ് തിങ്. പക്ഷെ നമുക്ക് പേടിയാവും സോഷ്യൽ മീഡിയ പറയാൻ. എന്തെതിരെ പറഞ്ഞാലും നമുക്ക് പേടിയുണ്ടാവും. എന്തിനാ പറയേണ്ടത്, ലൈഫ് മൊത്തം ചീത്തയായി പോകും. You got the point. That is my scared. I am scared of telling against anyone in the house right now.